ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ നിരപരാധിത്വം എല്ലാം അച്ഛനോടും ഒക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ വേറെ ആരും അത് വിശ്വസിക്കുന്നില്ല. അച്ഛൻ അത് വിശ്വാസമായി. എന്തായാലും മകള് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചു, എല്ലാം സെറ്റായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി പതിവ് പോലെ തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്യുവാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് ചോദിച്ചു, സച്ചേട്ടാ എടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്ത് കഴിക്കാൻ എടുക്കട്ടെ എന്ന്? അല്ലാതെ പിന്നെ എന്തിനാ? അപ്പം എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് സച്ചി രേവതിയോട് പറയാം. അപ്പം എന്തിനാ വെറുതെ പുറത്തുനിന്ന് കഴിച്ചേ? അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ, അയ്യോ നിന്റെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ നന്ദി മോളെ, ഇനി അത് വേണ്ട, തന്നിടത്തോളം മതി എന്ന് സച്ചി പറയുക. ഇതെന്താ സച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ നിന്നോട് എങ്ങനെയാ പറയേണ്ടതെന്ന് ചോദിച്ചു രേവതിയോട് സച്ചി. ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതോടെ എല്ലാം മറന്നുപോയെന്ന് കരുതിയോ നീ? അതാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അത് എനിക്ക് മനസ്സിലായോ എന്ന് രേവതിയോട് സച്ചി ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുക. നീ ചെയ്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് സച്ചി ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ രവിയേട്ടൻ പുറത്തു നിന്ന് കേൾക്കുവാണ്. അപ്പോൾ നിങ്ങളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ പറഞ്ഞത് അതേപടി അച്ഛൻ വിശ്വസിച്ചു എന്നാണോ നീ കരുതുന്നത്? പോട്ടെ എന്ന് കരുതി നിന്നോട് അച്ഛൻ ക്ഷമിച്ചതാ. അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണെന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ രവിയേട്ടൻ പുറത്ത് നിന്ന് കേൾക്കുന്നു. അപ്പോൾ നീ പറയുന്നത് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, നീ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയുമ്പോൾ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് കേൾക്കാനും നിങ്ങൾ നിന്നില്ല, ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ അങ്ങ് കയറി തീരുമാനിച്ചു. നടന്നത് എന്താണെന്ന് അറിയാതെയാ നിങ്ങൾ ഇന്നേ വരെ എന്നോട് പെരുമാറിയതെന്ന് നമ്മുടെ രേവതി പറയാം. ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങൾ അതിനൊന്നും തയ്യാറായില്ലല്ലോ എന്ന് പറയുമ്പോൾ, സത്യം എന്താണെന്ന് പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞായിരുന്നല്ലോ. നീ സാക്ഷി ഒപ്പിട്ടതും കാണിച്ചതും ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം നടത്തി കൊടുത്തത് നീയാണ് എന്നുള്ളതിന് എന്ത് തെളിവാണ് വേണ്ടത് ചോദിച്ചപ്പം, എന്തുകൊണ്ടാണ് സാക്ഷി ഒപ്പിട്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് രേവതി ചോദിച്ചു. നിന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിർത്തി കല്യാണം കഴിച്ച് നീ അവരെ വഴക്കു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ കല്യാണത്തോട് നിനക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ആര് സമ്മർദ്ദം ചെലുത്തിയാലും നീ സാക്ഷിയായിട്ട് ഒപ്പിടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ സച്ചി പറയാം, നീ പറയുന്നത് കള്ളവാ. നിന്റെ അറിവോടെ തന്നെയാ ശ്രീകാന്തും വർഷയും കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ നിങ്ങളെന്ന് ചോദിച്ചു രേവതി. അപ്പം നീ ഇനി കൂടുതലൊന്നും മനസ്സിലാക്കാൻ നോക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചി ഇങ്ങനെ പറയുന്നു. അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും മുറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു നിന്ന് കേട്ട് നമ്മുടെ രവിയേട്ടൻ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. നിന്നെ കാണുമ്പോഴേ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നതാ എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്നും ക്രിമിനലുകൾക്കൊപ്പം അച്ഛൻ ആ ലോക്കപ്പിൽ കിടന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. അത് മനസ്സിൽ നിന്ന് പോണില്ല ആ രംഗം. അപ്പം ഇതൊക്കെ കേട്ട് അച്ഛൻ കരയുമ്പോൾ, അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് വിഷമമില്ലെന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു. സഹിക്കാവുന്നതിനും അപ്പുറം തന്നെയായിരുന്നു ആ കാഴ്ച. നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കൂടി അച്ഛനാ അദ്ദേഹം എന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ എന്നും പറഞ്ഞ് സച്ചി, എന്നിട്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് രേവതി വീണ്ടും ചോദിക്കുക. അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് കാരണം ഞാനല്ല, നിങ്ങളുടെ അനിയൻ ശ്രീകാന്ത് ആണെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയുമ്പോൾ, അപ്പം മാത്രമല്ല നീയും അതിനൊരു കാരണക്കാരിയാണെന്ന് വീണ്ടും സച്ചി രേവതിയോട് പറയുക. നീ നിന്നെ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് സത്യമല്ലാതെ ആകുന്നില്ല രേവതി എന്നും പറഞ്ഞു വീണ്ടും സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ പറയുന്നതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും പറഞ്ഞ്, അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് കരുതി ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നൊന്നും നീ കരുതണ്ടെന്നൊക്കെ രേവതിയോട് സച്ചി പറയുക കേട്ടോ. ഈ വീട്ടിൽ ഒന്നായിട്ടല്ല 2 പേരായിട്ട് നമ്മൾ ഇനി കഴിയുമെന്നും സച്ചി രേവതിയോട് പറഞ്ഞു. എൻ്റെ ഒരു കാര്യത്തിലും നീ ഇടപെടാൻ വന്നേക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അച്ഛൻ നടുങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ. സച്ചി എന്നിട്ട് നിലത്ത് പായും വിരിച്ച് അങ്ങനെ കിടക്കുന്നു. എന്തായാലും ഇതെല്ലാം കേട്ട് നമ്മുടെ രവിയേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അവിടെ പോയി അദ്ദേഹം ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് സച്ചിനെ ഇങ്ങനെ വിളിക്കുക നമ്മുടെ രേവതി. അപ്പോൾ രേവതിയെ കാണാൻ ഇഷ്ടമില്ലെന്നും പറഞ്ഞ് സച്ചി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് രവിയേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി അച്ഛൻ കേട്ട് കാണുമോ ഓർത്ത് സച്ചി ഓടി അങ്ങോട്ടേക്ക് ചെല്ലുക. അച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ കിടന്നില്ലേ? ഉറക്കമൊന്നും വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ സച്ചിയെ നോക്കുക കേട്ടോ ഒരു വിഷമത്തോടെ. അച്ഛന് വേദന എന്തെങ്കിലും ഉണ്ടോ അച്ഛാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛാ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ കൈക്ക് ചെറുതായിട്ട് നീരുണ്ടല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ, അതൊക്കെ ഉണ്ടാകും, പേടിക്കാനൊന്നുമില്ല എന്ന് രവിയേട്ടൻ അന്നേരം സച്ചിയോട് പറഞ്ഞു. സച്ചി അന്നേരം കൈ ഇങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുക അച്ഛൻ അന്നേരം സച്ചിയെ തന്നെ ഇങ്ങനെ അടിമുടി നോക്കുക. എന്നിട്ട് സച്ചി എന്നും പറഞ്ഞു വിളിച്ചു. ഞാനൊന്ന് പറഞ്ഞാൽ നീ കേൾക്കുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ എന്താ ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? ഒന്ന് പറ അച്ഛാ എന്ന് സച്ചി ഇങ്ങനെ അച്ഛനോട്. അപ്പോൾ രേവതി മോളെ നീ വേദനിപ്പിക്കരുത്, വഴക്കു പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുക. അപ്പോൾ രേവതി ഇറങ്ങി വരിക ഇത് കേട്ടോണ്ട്.
അവളോട് നീ ദേഷ്യപ്പെടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇത് കേട്ടപ്പോൾ അവൾ ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല അച്ഛാ എന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുവാണ്, രേവതി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നടന്നത് നടന്നു. നീ ഇപ്പോൾ അതിൻ്റെ പേരിൽ അവളോട് ദേഷ്യം കാണിക്കുകയോ അവളെ വഴക്കു പറയുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു. അവൾ കാരണമല്ലേ അച്ഛാ അച്ഛന് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം രേവതി കാരണമൊന്നും അല്ല, ശ്രീകാന്ത് കാരണം ഞാൻ ലോക്കപ്പിൽ കിടന്നത് എന്ന് രവിയേട്ടൻ അന്നേരം പറയുവാണ്. ഇതൊക്കെ കേട്ട് രേവതി അവിടെ നിന്ന് കരയുക കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ രേവതി മോൾക്ക് നല്ല വിഷമമുണ്ട് എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ നേരം സച്ചിയോട് പറയുന്നു. രേവതി അച്ഛൻ മനസ്സിലാക്കി, അദ്ദേഹം അങ്ങനെ പറയുക, ശ്രീകാന്ത് ചെയ്ത തെറ്റിന് അവൾ അറിയാതെ ഒരു ഭാഗമായി പോയി എന്നുള്ളതാണ് സത്യമെന്ന് അച്ഛൻ തന്നെ സച്ചിയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ സച്ചിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛാ അതും ഒരു തെറ്റല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, എടാ രേവതി അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലടാ, നീ അത് മനസ്സിലാക്കാനായിട്ട് രവിയേട്ടൻ സച്ചിയോട് പറഞ്ഞു കൊടുക്കുക. ഓ അവള് കള്ളം പറയുന്നത് അച്ഛാ, അവളെ വിശ്വസിക്കരുത്, അവളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്ന സച്ചിയോട്, എടാ രേവതി ഒരിക്കലും കള്ളം പറയില്ല സച്ചി, നിനക്ക് നിന്റെ ഭാര്യ അറിഞ്ഞൂടെ എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ്. അവൾ ഒരിക്കലും കള്ളം പറയില്ല, അവൾ പറയുന്നത് നീ വിശ്വസിക്കണം, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ ഈ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഒക്കെ കുത്തി നിറച്ചാലേ കെട്ടുപോകുന്നത് നമ്മുടെ സന്തോഷം തന്നെയല്ലേടാ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിക്ക് ക്ലാസ് എടുക്കുന്നു. കല്യാണം കഴിച്ച് ഒരുത്തൻ അവൻ്റെ പാട് നോക്കി പോയി, അവരിപ്പോൾ സന്തോഷത്തോടെ കഴിയുകയായിരിക്കും, അതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതം തകരരുതെന്ന് പറഞ്ഞു. മറക്കേണ്ടതെല്ലാം മറക്കണം, മറക്കുക തന്നെ വേണമെന്ന് അച്ഛൻ ഇങ്ങനെ സച്ചിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി നീ രേവതിയെ വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞു. അത് നീ അച്ഛന് തരുന്ന ഉറപ്പായിരിക്കണമെന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനും മോനും കൂടി അവിടെ ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നു. അതിനുശേഷം അച്ഛൻ മോനെ വിളിച്ചു കൊണ്ടുപോയി സത്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം മകൻ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി കൊണ്ടേ കിടത്തി ഉറക്കാനൊക്കെ നോക്കുന്നു. രേവതി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് വിഷമിച്ചിരിക്കുക. പിന്നെ രാവിലെ നമ്മുടെ രേവതി അടുക്കളയിൽ കയറി എല്ലാം ചെയ്തു. വാ അച്ഛാ ഭക്ഷണം കഴിക്കുക അച്ഛാ എന്നും പറഞ്ഞ് അച്ഛനെ വിളിക്കുന്നു. രാവിലെ അച്ഛന് ഭക്ഷണം കൊടുക്കുന്നു, കറക്റ്റ് മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ രേവതി കൃത്യം ചെയ്യുമ്പോഴത്തേക്കും അമ്മായിമ്മയും മരുമോളും കൂടെ വലിയ ചിരിയും ചിരിച്ച് ഇറങ്ങി വരിക. ഇനി എല്ലാ ജോലി അവൾ എടുത്തോളും എന്നും പറഞ്ഞു. ഞാൻ ഫ്രീ ആയി എന്നും പറഞ്ഞിരിക്കുക. വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ തിന്നാൻ വേണ്ടി ഓടിച്ചെല്ലുക. അപ്പോൾ അച്ഛനും വന്നു. അങ്ങനെ കയ്യും കഴുകി മൂക്കുമുട്ട വിഴുങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി രേവതിയെ കുറ്റം പറയും. ഇത് എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഇത് മുഴുവൻ എണ്ണയാ. അപ്പോൾ അതെ അതെ, എന്തിനാ നീ പൂരി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. എന്നിട്ട് അതിങ്ങനെ എടുത്ത് പൊക്കി നോക്കിയിട്ട് എന്തൊരു എണ്ണയാ ഇതിൽ എന്നൊക്കെ ചന്ദ്രമതി, ഒരു ടിന്ന് എണ്ണ ചിലവാക്കി കാണുമല്ലോ ഇത് ഉണ്ടാക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ, ഒരു ടിന്ന് എണ്ണ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, പക്ഷെ ടിന്നിനെ ഇതാ ഒരു വിരലിൻ്റെ സൈസേ വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു. നീ എന്താടി എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു ചന്ദ്രമതി. നേരം നീ ഇപ്പം എന്തിനാ പൂരി ഉണ്ടാക്കിയത്? അത് കേട്ടപ്പോൾ ഇത് കഴിച്ചാലേ കൊളസ്ട്രോൾ കൂടും, അങ്കിളിനെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം പറഞ്ഞു. അച്ഛൻ അന്നേരം ഇതിങ്ങനെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ശരിയാ ശ്രുതി പറഞ്ഞത്, ഇവള് കാരണ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നതെന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം പറഞ്ഞു. ഇതൊക്കെ രവിയേട്ടൻ ഇങ്ങനെ കേൾക്കുമല്ലേ. ഈ മനുഷ്യൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, ഇത്തരം ഭക്ഷണങ്ങൾ കൊടുത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ കിടത്താനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛന് ഞാൻ അതിന് പൂരിയല്ല കൊടുക്കുന്നത്, അച്ഛന് നല്ല കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെയും സ്കോർ അടിച്ചു. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നാണം കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ പാത്രത്തിലേക്ക് നോക്കാൻ മേല, ആരുടെ മുഖത്തേക്കും നോക്കാൻ മേല, വല്ലാത്തൊരിതിൽ ചന്ദ്രമതി അവിടെ നിൽക്കുന്നു. അങ്ങനെ എന്തായാലും അച്ഛന് നമ്മുടെ രേവതി കഞ്ഞി കൊടുത്തപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇവരെ നോക്കി ചിരിക്കുക. അച്ഛൻ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്കിൾ ഞങ്ങളിത് കഴിച്ചാൽ ഞങ്ങൾക്കിത് കൊളസ്ട്രോൾ കൂടും, നീ എന്തിനാ പൂരി തന്നെ ഉണ്ടാക്കുന്നത്, വേറെ എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് ശ്രുതി ചോദിച്ചപ്പം സച്ചേട്ടന് പൂരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ അവൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഞങ്ങൾക്കും കഴിക്കണ്ടേ എന്ന് ചന്ദ്രമതി ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും കൂടെ ഉണ്ടാക്കണം നീ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പം, എല്ലാവരുടെയും അടുത്ത് നിന്ന് ഓർഡർ എടുക്കാൻ ഇതെന്താ ഹോട്ടൽ വല്ലതും ആണോ എന്ന് അന്നേരം ചോദിച്ചു. അവൾ അതിരാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എന്നിട്ട് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ രണ്ടുപേരും? പിന്നെ വലിയ കഷ്ടപ്പാട്, മലചോന്ന് നടക്കുകയൊന്നും അല്ലല്ലോ ചെയ്തത്, പൂരി ഉണ്ടാക്കിയെന്നല്ലേ ഉള്ളൂ, കരുതി കൂട്ടിയാ ഇവളിതൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം. ഇത് കഴിച്ച് നമ്മൾ ഗുണ്ടുമണികളെ പോലെ തടിച്ചു കൊഴുക്കണം, നമ്മൾ സ്ലിം ആയിരിക്കുന്നതിൻ്റെ അസൂയ ഇവൾക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചേട്ടന് ഇത് ഇഷ്ടമാണ്, കുറേ ദിവസമായില്ലേ ഞാൻ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോടൊന്നും ഉണ്ടാക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും നമ്മുടെ സച്ചി വന്നു. സച്ചി അന്നേരം അച്ഛൻ പറഞ്ഞ കാര്യം പെട്ടെന്ന് അന്നേരം ഓർത്തത്. പെട്ടെന്ന് ഇങ്ങനെ
ഇങ്ങനെ ഒരു നോട്ടം. അപ്പോഴത്തേക്കും പിന്നെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ ഉണ്ടാക്കിയതെന്നും ചോദിച്ചുകൊണ്ട് സച്ചി അന്നേരത്തേക്കും റൂട്ട് മാറ്റുക. പെട്ടെന്ന് ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, ഇവരെന്താ പറയണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് അച്ഛൻ നോക്കിയിരിക്കുമല്ലേ, സച്ചിക്ക് ഒന്നും പാടില്ല. വേഗം സച്ചി തുറച്ച് നോക്കിയിട്ട് ഞാൻ ഇന്നലെയല്ല നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യം പറയുന്നു. ചന്ദ്രമതിക്ക് അതങ്ങ് ബോധിച്ചു. സ്നേഹം കൊണ്ടല്ല നിനക്കിതൊക്കെ അവൾ ഉണ്ടാക്കി തരുന്നേ എന്ന് ചന്ദ്രമതി അന്നേരം പറയുക. രവിയേട്ടൻ ഇതൊക്കെ നോക്കുക, അവൾ ചെയ്ത തെറ്റ് നീ പൊറത്തില്ലല്ലോ, അപ്പം പിന്നെ ഭക്ഷണം ഉണ്ടാക്കി വശീകരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് സച്ചി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നത് പോലെ നിനക്ക് പൂരി ഉണ്ടാക്കി തന്ന് അവരുടെ വഴിക്ക് കൊണ്ടുവരാനേ അവൾ ശ്രമിക്കാടാ. നീ അത്രേ ഉള്ളൂ. ഒരു പൂരി മസാലയിൽ വീഴുവെന്നാ അവൾ കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചന്ദ്രമതി ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുവാണ്. അമ്മേ ദേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചുണ്ടാക്കിയതല്ല, ഇത് ഇഷ്ടം കൊണ്ടുണ്ടാക്കി കൊടുത്തത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം പറയുക. എന്നും പറഞ്ഞ് ചന്ദ്രമതി അന്നേരം നിൽക്കുന്നു. രാവിലെ നല്ല ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഉന്മേഷം ദിവസം മുഴുവനും ഉണ്ടാകുമെന്ന് രേവതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അന്നേരം ശ്രുതി. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാലേ ഉള്ള ഉന്മേഷം പോയി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം ചെവിയിൽ പറയുക ഇങ്ങനെ രേവതിയോട്. അയ്യോ എന്തൊരു ചിരിയാന്ന് ചന്ദ്രമതിക്ക്, ഭയങ്കര ചിരി. രവിയേട്ടൻ ഇതൊക്കെ കേട്ടോണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. എന്താടാ നീ ഈ പറഞ്ഞേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അയ്യോ ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ അച്ഛൻ തന്നെ മുൻകൈ എടുക്കുവാണ്. അങ്ങനെ സച്ചിയും രേവതിയും വഴക്കായെന്ന് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി. എന്താ രേവതി നിന്റെ അടവൊന്നും ഫലിച്ചില്ലല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി. നീ അവനുണ്ടാക്കിയ പൂരി മസാലയിൽ വീണില്ലല്ലേ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കോ, സച്ചി അവിടെ ഇരിക്കുക, നീ ഇത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ മുന്നിലിരുന്ന് മനസ്സോടെയാണെങ്കിൽ നമ്മുടെ സച്ചി കഴിക്കാൻ നോക്കുക. അപ്പോൾ അതെ അവനല്ലേ നിങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അവിടെ കിടന്ന് ഓട്ടോ ഓട്ടിയത്, അപ്പോൾ എല്ലാത്തിനും ഇവനല്ലേ എല്ലാം ചെയ്തത്, ഇതൊക്കെ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാൻ പറ്റുമോ അവനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേനും ചന്ദ്രമതി ഇങ്ങനെ എരിവ് കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. അന്നും മിണ്ടാതെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സച്ചി പോയപ്പോൾ മോനെ സച്ചി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അച്ഛാ മെഡിസിൻ കഴിക്കാൻ മറക്കരുത് കേട്ടോ ഒന്ന് തിരിച്ചു വന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, അപ്പോൾ അവൻ എന്തായാലും പുറത്തുനിന്ന് കഴിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു. രേവതി ഉണ്ടാക്കിയത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുക. ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുധി വന്നു. എന്താ മേ സ്പെഷ്യൽ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല വെളിച്ചെണ്ണയുടെ മണമെന്നും പറഞ്ഞ് പൂരി മസാല അമ്മ എടുക്കുമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്കുക. ഈ സമയത്ത് ശ്രുതി രാവിലെ പൂരി കഴിക്കരുതെന്ന് ഞാൻ ശ്രുതിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ശരിയാ പറഞ്ഞിരുന്നല്ലേ ഞാനത് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. രാവിലെ എണ്ണയിലുണ്ടാക്കിയ പലഹാരം കഴിച്ചാലേ അസുഖം വരും, ചിലർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ ശ്രുതിയും ഇട്ട് കുത്തിപ്പറിക്കുക. ശ്രുതി ചെയ്ത കഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അത് മോളെ ഈ വലിയ വീട്ടിലെ കുട്ടികൾ അവർക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. ഇത് വെറും പൂകെട്ട് കുടുംബത്തിലെ അവൾക്ക് വല്ലതും അറിയാവോ? നീ പഠിപ്പും വിവരവും പണവും ഉള്ള വീട്ടിലെ കുട്ടിയായതുകൊണ്ട് നിനക്ക് വിവരങ്ങളൊക്കെ അറിയാം. പൂകെട്ടുന്നവൾക്കേ അതൊന്നും അറിയാൻ ഒരിതൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം രേവതിക്ക് ആവേശത്തിനുള്ള പഠിപ്പും വിവരവും ഒക്കെ ഉണ്ടെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും അവനവന് വേണ്ടത് ഉണ്ടാക്കി തിന്നൂടെ എന്ന് അച്ഛൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഒരു എണ്ണയും കൊളസ്ട്രോളും, നിങ്ങളിത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കി കഴിച്ചോളാൻ രവിയേട്ടൻ പറഞ്ഞു. അപ്പം 2 പൂരി കഴിക്കുന്നത് കൊണ്ടൊക്കെ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്തായാലും ചോദിച്ചു. ശ്രുതി ഇങ്ങ് വന്നേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് പോകണു. അമ്മയമ്മയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മോള് വിട്ടേക്ക്, മോള് ഇരിക്കും, മോള് കഴിക്കാൻ പറഞ്ഞു അച്ഛൻ രേവതിയോട്. അപ്പോൾ എനിക്ക് വേണ്ടച്ചാ, സച്ചേട്ടൻ കഴിക്കാതെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിച്ചോളും, മോൾക്ക് അത്ര വിഷമമാണെങ്കിൽ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം, മോൾ കഴിക്കാൻ പറഞ്ഞു, അപ്പം ഞാൻ കഴിച്ചോളാം അച്ഛാ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അച്ഛനും അത് മതിയാക്കി. മതി മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ എന്നിട്ട് അവിടുന്ന് കാല് വേറായിട്ട് എഴുന്നേറ്റ് പോവുക. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി വിഷമിച്ച് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. നന്ദി.